മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രീമിയർ ലീഗിന്റെ പുതിയൊരു സീസൺ നാളെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ ചാമ്പ്യന്മാർ ആരായിരിക്കും, അല്ലെങ്കിൽ ടോപ്പ് 4ൽ ഏതൊക്കെ ടീമുകളാണ് ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായിട്ടുള്ള ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ആർനെ സ്ലോട്ട് ലിവർപൂളിലേക്ക് വന്നു. കഴിഞ്ഞ വർഷം കപ്പടിച്ചു. പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഗാർഡിയോളയൊക്കെ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സ്ലോട്ടിന് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. FSGയുടെയും മാനേജ്മെന്റ് സൈഡിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള സമ്മർ ട്രാൻസ്ഫേഴ്സ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഒഫൻസീവ് ലൈനപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കിറ്റിക്കെ, മോ സല, മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഫ്ലോറിയൻ വിറ്റ്സ് വന്നിട്ടുണ്ട്, ജെയ്മി ഫ്രിംപോം വന്നിട്ടുണ്ട്. ഇങ്ങനെ കിഡിലം പ്ലേയേഴ്സിന്റെ വലിയൊരു നിര തന്നെ ലിവർപൂളിന് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രീ സീസൺ മത്സരങ്ങളിലും കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഷീൽഡിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഡിഫൻസിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ആ ഒരു ടീത്തിങ് പ്രോബ്ലം മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂളിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ ഈ സീസണിൽ വരാൻ സാധ്യതയുണ്ട്. ഡിഫൻസിലാണ് നമുക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. എസ്പെഷ്യലി കൊനാറ്റെ ആൻഡ് വിർജിൽ വാൻ ഡൈക്ക് അവരുടെ പിവറ്റായിട്ടുള്ള ഡിഫൻഡേഴ്സ് തന്നെയാണ്. അവരെ റൊട്ടേറ്റ് ചെയ്യുക, കാരണം ഒരുപാട് മത്സരങ്ങളിൽ ഈ സീസൺ കളിക്കേണ്ടതുണ്ട്. ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സീസൺ മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു ടഫായിട്ടുള്ള ഡിസിഷൻ തന്നെയായിരിക്കും. ഇപ്പോൾ കോൺസ പോയ സിറ്റുവേഷനിൽ ഇപ്പോൾ മാർഗോയുടെ പേര് കേൾക്കുന്നുണ്ട്. പുള്ളി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇപ്പോൾ മോസല ഇനീഷ്യലി ചില പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ലീഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കാം. വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ലിവർപൂൾ തന്നെയാണ്. കാരണം ആ സ്ക്വാഡിന്റെ ഒരു ഡെപ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പ്ലേസിലേക്ക് വരുമ്പോൾ ആർസണലിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു 3 വർഷമായി ആർട്ടറ്റയും ആർസണലും ഒരു കപ്പിനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ആ ഫിനിഷിംഗ് ലൈന് വരെ പലപ്പോഴും എത്തിയെങ്കിലും ആ കടമ്പ കടക്കാൻ ആർസണലിന് കഴിയുന്നില്ല. ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ച് അവർ യോക്കറേഷിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ ആർസണലിന് നല്ല വിധേന പുറകോട്ട് വലിച്ചിട്ടുണ്ട്. അവര് ഹാവേർഡ്സിനെ നമ്പർ 9 ആയിട്ട് പരീക്ഷിച്ചു, നമ്പർ 10 ആയിട്ട് പരീക്ഷിച്ചു, ഹിസൂസിനെ വാങ്ങിച്ചു, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഇവിടെ സാക്കയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചില സമയങ്ങളൊക്കെ ആർസണൽ മുമ്പോട്ട് പോയി. പിന്നെ സെറ്റ് പീസിൽ നിന്ന് ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. എന്നാൽ ഈ ഒരു സീസണിൽ യോക്കറേഷിനെ അവർ പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ മിഡ്ഫീൽഡിൽ സുവോർഡിനെ പോലത്തെ ഒരു പ്ലെയറും കൂടി വന്നതോടെ അവർക്ക് ഓഡിഗാർഡിനൊപ്പം കളിക്കാൻ പറ്റിയ പ്രൊഫൈലുള്ള ഒരു പ്ലെയർ കൂടി ആ മിഡ്ഫീൽഡിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡിഫൻസും മിഡ്ഫീൽഡും ഒഫൻസീവ് ലൈനപ്പും കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ ബാലൻസ് ആയിട്ടുള്ള ഒരു ടീമാണ് ആർസണൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ആർട്ടറ്റയുടെ മുകളിലാണ് ഇപ്പൊ കൂടുതൽ പ്രഷർ ഉള്ളത്. കാരണം ഇപ്പൊ ഫാൻസിന്റെ സൈഡിൽ നിന്നും മാനേജ്മെന്റ് സൈഡിൽ നിന്നും അടുത്ത സീസൺ എന്നുള്ള പല്ലവി കേൾക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 3-4 വർഷമായി. ഈ വർഷവും ആ ഒരു കടമ്പ കടന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു മേജർ ട്രോഫി ജയിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ ക്ലബിന്റെ സൈഡിൽ നിന്നും ഒരു ബാക്ക്ലാഷ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ആർട്ടറ്റയും ആർസണലും ഈ സീസൺ ഇറങ്ങുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ ടോപ്പ് 4ൽ എന്തായാലും ആർസണൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ സിറ്റിയുടെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. മുറിവേറ്റ മൃഗം എന്ന് പറഞ്ഞതുപോലെ ഈഗോ ഹേർട്ടായിട്ടുള്ള പെപ് ഗാർഡിയോള ഈ സീസണിൽ എന്ത് കാണിക്കും എന്നറിയില്ല. ഇപ്പോൾ 2-3 വർഷം പ്രീമിയർ ലീഗ് ഭരിച്ചിട്ടുള്ള ഒരു മാനേജറാണ്. ഇൻ ആൻഡ് ഔട്ട് പുള്ളിക്കറിയാം. പുള്ളിയുടെ മിഡ്ഫീൽഡിൽ ഏറ്റിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പതുക്കെ നികത്തി വരികയാണ്. ഇപ്പോൾ റെയിൻഡേഴ്സും റോഡ്രി അടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡ് എനിക്ക് തോന്നുന്നു ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. ഹാലൻഡിന്റെ കാര്യം നമുക്കറിയാം. പുള്ളി ചില സീസണിൽ 50+ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു സിറ്റിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കെവിൻ ഡിബ്രോയിനെ പോലുള്ള ഒരു പ്ലെയർ പുറത്തേക്ക് പോകുമ്പോൾ മിഡ്ഫീൽഡ് ഒരു പുതിയ എനർജി കൊണ്ടുവരേണ്ടത് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്.
പിന്നെ ഗ്രീലിഷ് പോലുള്ള പ്ലെയർ പുറത്തേക്ക് പോയിട്ടുണ്ട്, സവീഞ്ഞോ പുറത്തു പോകും എന്ന് കേൾക്കുന്നു. പക്ഷേ ഡിഫൻസും ആ ഒരു മിഡ്ഫീൽഡും സോളിഡ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ എനിക്ക് തോന്നുന്നു സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് ബാക്കിന്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റിക്കോ ലൂയിസ് ആണ് പലപ്പോഴും റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നത്. അവിടെ കൂടി ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലെയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സിറ്റി ഈ പ്രാവശ്യം ടൈറ്റിൽ ചലഞ്ചിനായിട്ട് റെഡിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രാവശ്യം ചിലപ്പോൾ ടോപ്പ് 4 എന്നൊക്കെ പുറത്തു പോകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെപ് ഗാർഡിയോള സിറ്റി വിടുന്ന കാര്യത്തിലും ചിലപ്പോൾ ഒരു തീരുമാനമാവാൻ ചാൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ 4th പ്ലേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ചെൽസിയുടെ കാര്യമാണ്. മോസ്റ്റ് എക്സൈറ്റിംഗ് സീസണിലേക്ക് പോകുന്ന ഒരു ടീമാണ് ചെൽസി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യുഎഫ കോൺഫറൻസ് ലീഗ് കപ്പടിച്ചു, അതിനുശേഷം ക്ലബ്ബ് വേൾഡ് കപ്പ് വിൻ ചെയ്തു. ഇങ്ങനെ നല്ല സോളിഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാണ് ചെൽസി. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് യങ് ടാലൻസിന്റെ ഒരു കോട്ട തന്നെയാണ് ചെൽസി എന്ന് പറയേണ്ടി വരും. മരസ്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പൊസിഷനിലും കളിക്കാൻ 2-3 പ്ലേയേഴ്സ് ചെൽസിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ സ്ട്രൈക്കറുടെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലാപ്പ് അടങ്ങുന്ന എൻകുങ്കു ബെഞ്ചിലിരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ എൻസോ ഫെർണാണ്ടസും കൈസഡോ അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡും, അതുകൂടാതെ റീസ് ജെയിംസ് വേണമെങ്കിൽ പിവറ്റായിട്ട് കളിക്കാൻ പറ്റുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി ചെൽസിക്കുള്ളിടത്തോളം ഈ ഒരു സീസൺ അവരൊരു കറുത്ത കുതിരയായിട്ട് മാറാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളും പ്രീ സീസൺ മത്സരങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാരക പെർഫോമൻസ് ചെൽസിയുടെ സൈഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പതുക്കെ പതുക്കെ ഈ യങ് ടാലന്റിനെ ഒരു പ്രോപ്പർ ടീമാക്കി ഒരു സ്ക്വാഡാക്കി മാറ്റുന്നതിൽ മരസ്ക വിജയിച്ചിട്ടുണ്ട്. ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ചെൽസി ടീമിലുണ്ട് എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീസന്റെ ഒരു പകുതി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇതുപോലെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീം എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയില്ല. മരസ്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഇപ്പോൾ കുക്കറയെ പോലെയുള്ള പ്ലേയേഴ്സും റീസ് ജെയിംസ് പോലുള്ള പ്ലേയേഴ്സ് അവൈലബിൾ ആണെങ്കിലും വളരെ വളരെ യങ് ആയിട്ടുള്ള ടാലന്റിന്റെ ഒരു മിക്സ്ചർ തന്നെയാണ് ചെൽസി. ഇപ്പോൾ മരസ്ക അവരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കപ്പടിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ ട്രഡീഷണൽ ടോപ്പ് 4 ടീമുകളായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡും സ്പേഴ്സും കഴിഞ്ഞ സീസണിൽ ഫിനിഷ് ചെയ്തത് നമ്പർ 15th 16th ഒക്കെയാണ്. ഈ വർഷം ഇപ്പൊ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എക്സൈറ്റിംഗ് ആയിട്ടുള്ള 2-3 പ്ലേയേഴ്സ് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. എംബ്യൂമോ ആ ഒരു സ്ട്രൈക്കർ പൊസിഷനിലേക്ക് വരികയാണ്. അതുകൂടാതെ വളരെ കൃത്യമായിട്ട് കൂനിയെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒഫൻസീവ് ലൈനപ്പിൽ ഒരു റീഷഫിള് തന്നെ അമോറും ഈ സീസണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ബെഞ്ചമിൻ സെസ്കോ അടങ്ങുന്ന ആ ഒരു അറ്റാക്കിംഗ് ലൈനപ്പ് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഗർനാച്ചോ ആയാലും ഹോയ്ലാൻഡ് ആയാലും അതുകൂടാതെ വന്നിട്ടുള്ള പല പ്ലേയേഴ്സും ഒരുപാട് ക്ലീഷ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സീസണിൽ അതിന് ചില മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് കാണുന്നുണ്ട്. അമോറസിന്റെ സിസ്റ്റം വർക്കൗട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി പ്രീ സീസൺ മത്സരങ്ങളൊക്കെ ഒരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ചിലപ്പോൾ ടോപ്പ് 6 മടങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ടൈറ്റിൽ ചലഞ്ചിങ് റോളിലേക്ക് യുണൈറ്റഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ വി നെവർ നോ, ചിലപ്പോൾ ഒരു കഴിഞ്ഞ സീസണിൽ സ്ലോട്ട് ചെയ്തതുപോലെ ഒരു പുതിയ ടീമിനെ ബിൽഡ് ചെയ്യാൻ സ്പോർട്ടിങ്ങിലെ പോലെ അമോറത്തിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാനേജറാണ് തോമസ് ഫ്രാങ്ക്. അപ്പോൾ 2-3 പ്ലേയേഴ്സിനും കൂടെ നമുക്ക് മിഡ്ഫീൽഡിലും വിങ്ങിലും ഒക്കെ ആവശ്യമുണ്ട്. ഇവിടെ എസയുടെ പേര് കേൾക്കുന്നുണ്ട്, സവീനിയോയുടെ പേര് കേൾക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ PSG-ക്കെതിരെ നമ്മൾ ജയിച്ചു എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരമായിരുന്നു, പക്ഷെ അവസാനം കൈവിട്ടുപോയി. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സ്ക്വാഡ് ഇല്ലാത്ത ഒരു ടീമിനെ തോമസ് ഫ്രാങ്കിന് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് തന്നെയാണ് ലീഗിൽ സംഭവിക്കാൻ പോകുന്നത്. 2-0 ലീഡിൽ നിന്നുകൊണ്ട് പെനാൽറ്റിയിലേക്ക് കാര്യങ്ങൾ പോയി തോൽക്കുന്ന സിറ്റുവേഷൻ വന്നതാണ് സൂപ്പർ കപ്പിൽ നമ്മൾ കണ്ടത്. ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ആ സ്ക്വാഡിൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയറെ
ആവശ്യത്തിന് റൊട്ടേറ്റ് ചെയ്യാൻ തോമസ് ഫ്രാങ്കിന് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഡാനി ലീവിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി അത് ചെയ്യുന്നു മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ. പക്ഷേ ഈ സീസണിലും ഒരു ടൈറ്റിൽ ചലഞ്ചിങ് ടീമായിട്ട് സ്പേഴ്സിനെ കാണുന്നില്ല. ഒരു ടോപ്പ് 6 ഫിനിഷ് ചെയ്താൽ തന്നെ തോമസ് ഫ്രാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പോസിറ്റീവ് സീസൺ ആയിട്ടാണ് കാണുന്നത്. കാരണം പുള്ളിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ഡാനിയൽ ലീവിയും മാനേജ്മെന്റും സമയം കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ബ്രെൻഫോർഡ് ചെയ്തതുപോലെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് എല്ലാ പൊസിഷനിലും കൃത്യമായിട്ടുള്ള പ്ലെയറെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ടീമായിട്ട് സ്പേഴ്സ് വളർന്നു വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓപ്പോസിഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് കൗണ്ടർ ആണെങ്കിൽ കൗണ്ടർ, അല്ലെങ്കിൽ ലോ ബ്ലോക്ക് ഇടണമെങ്കിൽ ലോ ബ്ലോക്ക്, അത് കളിക്കാൻ തയ്യാറായിട്ടുള്ള പ്ലേയേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ വർഷം ടൈറ്റിൽ അടിക്കാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു ലിവർപൂളിനോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കുന്നുണ്ട്. തൊട്ടു പിറകിലായിട്ട് ആർസണലും ചെൽസി, പിന്നെയാണ് യുണൈറ്റഡും സ്പേഴ്സിനെയും ഞാൻ ലിസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ടീം കപ്പടിക്കുന്ന താഴെ കമന്റിൽ അറിയിക്കുക. ടോപ്പ് 4 ഏതൊക്കെ ടീമാണ് എത്താൻ സാധ്യതയെന്നും നിങ്ങളെ കമന്റിൽ പോസ്റ്റ് ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.